നമസ്കാരം. സ്കൂളുകൾ തുറന്ന് +1 പ്രവേശനവും അധ്യാപക പരിശീലനവും ആരംഭിച്ചിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് തുടർന്ന അനിശ്ചിതത്വത്തിന് ഹൈക്കോടതി വിധിയോടെ വിരാമമാകുന്നു. അധ്യാപക സ്ഥലമാറ്റം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 8000-ലധികം അധ്യാപകരെയാണ് പ്രശ്നം ബാധിച്ചിരുന്നത്. സ്ഥലമാറ്റ ഉത്തരവ് കൈപ്പറ്റി പുതിയ സ്കൂളുകളിൽ എത്തിയ പല അധ്യാപകർക്കും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്ഥലമാറ്റം സംബന്ധിച്ച തർക്കം അനന്തമായി നീളുന്നത് +1 പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അധ്യാപകർക്ക് മെയ് മാസത്തെ ശമ്പളം ലഭിക്കാത്ത സാഹചര്യം പോലുമുണ്ടായി. ഒടുവിൽ സ്ഥലമാറ്റം ലഭിച്ചിട്ടും കേസ് മൂലം പുതിയ സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്തവർക്ക് പഴയ സ്കൂളുകളിൽ നിന്ന് മെയ് മാസത്തെ ശമ്പളം മാറി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. 2024 ഫെബ്രുവരി 16 ഇറങ്ങിയ സ്ഥലമാറ്റ ഉത്തരവ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് എന്ന് ചൂണ്ടിക്കാട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫെബ്രുവരി 21 ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനെതിരെ അധ്യാപകർ നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അന്തിമ വിധി പറയാൻ ജൂൺ 3 നീട്ടി. അതിനിടയിൽ ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും നടന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ഇടക്കാല നിർദ്ദേശങ്ങൾ ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റം അനിശ്ചിതത്വത്തിലാക്കി. കേസ് നീണ്ടതോടെ അധ്യാപകരുടെ ശമ്പള വിതരണം പോലും പ്രതിസന്ധിയിലായി. സ്ഥലമാറ്റം ലഭിച്ച പുതിയ സ്കൂളുകളിൽ എത്തിയ അധ്യാപകരെ സ്ഥലംമാറ്റ കാര്യത്തിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടി പല പ്രിൻസിപ്പൽമാരും ഹാജർ പുസ്തകത്തിൽ ഒപ്പുരേഖപ്പെടുത്താൻ അനുവദിക്കുന്നില്ല എന്നും പരാതിയുണ്ടായി. അതിനിടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസ് നേരിട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറക്കിയ സ്ഥലമാറ്റ പട്ടിക ക്യാറ്റ് റദ്ദാക്കിയ ശേഷം ആ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിലവിലെ സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയവർ പുതിയ സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിക്കണമെന്ന് DGE ഈ മാസം 4 സർക്കുലർ ഇറക്കിയതാണ് കോടതി അലക്ഷ്യത്തിന് കാരണമായത്. ഇതര ജില്ലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ചട്ടപ്രകാരം വെയിറ്റേജ് നൽകി സ്ഥലമാറ്റ പട്ടിക തയ്യാറാക്കണമെന്ന കഴിഞ്ഞ ഒക്ടോബറിലെ ക്യാറ്റിൻ്റെ വിധിക്ക് വിരുദ്ധമായി പട്ടിക തയ്യാറാക്കിയതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെ മറ്റൊരു കോടതിയലക്ഷ്യ കേസും നിലവിലുണ്ടായിരുന്നു. ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ അധ്യാപക സ്ഥലമാറ്റം പൂർത്തീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ HSSTA ആവശ്യപ്പെട്ടു. 4 മാസമായി ഹയർ സെക്കൻഡറി സ്ഥലമാറ്റത്തിൽ നിലനിന്ന അനിശ്ചിതത്വം വഴി അധ്യാപകർ നേരിട്ട ദുരിതം സമാനതകളില്ലാത്തതാണെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ M. ജോർജ് പറഞ്ഞു. ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്ത പൂർണ്ണമായി ഉൾക്കൊണ്ട് അധ്യാപക സ്ഥലമാറ്റ മാനദണ്ഡങ്ങളിലെ അവ്യക്തതകൾ അടിയന്തരമായി പരിഹരിക്കുകയും നിയമക്കുരുക്കിൽ അകപ്പെടാത്തവണ്ണം സമയബന്ധിതമായി 2024-25 അധ്യാപക സ്ഥലമാറ്റം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലമാറ്റം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സർക്കാരും ചില അധ്യാപകരും നൽകിയ ഹർജിയിലാണ് വിധി. ചട്ടപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹോം സ്റ്റേഷൻ ഇതര വിഭാഗ പട്ടികകൾ ട്രൈബ്യൂണൽ ഏപ്രിലിൽ റദ്ദാക്കിയത്. ചട്ടപ്രകാരമുള്ള ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജ് അനുവദിച്ച് പുതുക്കിയ സ്ഥലമാറ്റ പട്ടികയുടെ കരട് 1 മാസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നും പരാതികൾ കൂടി പരിഗണിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്തെ 8000-ലധികം അധ്യാപകരെ ബാധിക്കുന്ന വിധിയാണ് ഇത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്ഥലമാറ്റ പട്ടിക ഫെബ്രുവരി 16 പുറത്തിറക്കിയത്. സ്വന്തം ജില്ലയിലേത് അടക്കം എല്ലാ ജില്ലകളിലേക്കുമുള്ള സ്ഥലമാറ്റത്തിന് മറ്റ് ജില്ലകളിൽ ജോലി ചെയ്ത കാലയളവ് പരിഗണിക്കണമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്വന്തം ജില്ലയിലേക്കുള്ള സ്ഥലമാറ്റത്തിന് മാത്രം ഔട്ട് സ്റ്റേഷൻ സർവീസ് പരിഗണിച്ചാൽ മതി എന്നായിരുന്നു സർക്കാർ നിലപാട്.